ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 സെപ്റ്റംബർ മാസം 2-ാം തീയതി തിങ്കളാഴ്ച ദിവസം 1200 ആണ്ട് ചിങ്ങമാസം 17-ാം തീയതി ഇന്ത്യൻ തീയതി ഭാദ്രപദ മാസം 11-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:18 അസ്തമയം വൈകുന്നേരം 6:27 നാളത്തെ തിഥി അമാവാസി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രം ആരംഭിക്കുന്ന സമയം ഞായറാഴ്ച രാത്രി 9:50 അവസാനിക്കുന്ന സമയം തിങ്കളാഴ്ച രാത്രി 12:21. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മകം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മകം നക്ഷത്രം എന്നാൽ ചിങ്ങക്കുറിൽപ്പെട്ട അസുരഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. നാളെ തിങ്കളാഴ്ച ദിവസമാണ്, മകം നക്ഷത്ര ദിവസമാണ്. മകം നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ഇനി പറയുന്നത്. നാളെ തൃക്കേട്ട, മൂലം, മകയിരം, പുണർദം, അശ്വതി, ഭരണി, ആയില്യം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു. നാളത്തെ ദിവസം അനുകൂലമായ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് തൃക്കേട്ട, മൂലം, മകയിരം, പുണർദം, അശ്വതി, ഭരണി, ആയില്യം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്ന് ജ്യോതിഷം പറയുന്നു. നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള നാളുകാർ, അവരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ളത് ഉത്രാടം, പൂയം, തിരുവാതിര, രോഹിണി എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഉത്രാടം, പൂയം, തിരുവാതിര, രോഹിണി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. നാളത്തെ ദിവസം വാക്കുകളിലും പ്രവൃത്തിയിലും ഒക്കെ സൂക്ഷിക്കണം. മറ്റുള്ളവരോട് ഇടപഴകുമ്പോഴൊക്കെയും ഒരു ശ്രദ്ധ വേണം. പ്രതികൂലമായ അനുഭവങ്ങൾ എത്ര ആത്മാർത്ഥത ഉള്ളവരാണെങ്കിൽ പോലും അവരിൽ നിന്ന് തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ചിന്തയോടുകൂടി, ഒരു അറിവോടുകൂടി, ഒരു തിരിച്ചറിവോടുകൂടി വേണം നാളത്തെ ദിവസം പെരുമാറുവാൻ എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ കൂടുതൽ ദുഃഖിക്കേണ്ട സാഹചര്യം വരത്തില്ല. ചിലപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി ഒരു നർമ്മ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവർ ഒരു പരിഹാസ വാക്ക് ഉപയോഗിച്ച് നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടും പ്രയാസവും വരാം. അപ്പോൾ അതിനെ ചൊല്ലി നമുക്ക് അവരോട് ഒരുപക്ഷെ ശത്രുത തോന്നാം. അല്പസമയം കഴിയുമ്പോൾ ആ ശത്രുത ഇല്ലാതാവുമായിരിക്കാം. എങ്കിലും ഇതൊക്കെ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടിന് വഴിവെക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതാണ് പ്രതികൂലമായി ഇങ്ങനെ ജ്യോതിഷം പറഞ്ഞു തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി നാളത്തെ ദിവസം മകം നക്ഷത്ര ദിവസമാണ്. മകം നക്ഷത്രം തിങ്കളാഴ്ച ദിവസവുമായി കൂടിച്ചേരുന്നു. തിങ്കളാഴ്ച ദിവസം അമാവാസി തിഥിയാണ്. ശുഭകാര്യങ്ങളൊന്നും ചെയ്യുവാൻ നല്ല ദിവസമല്ല. എങ്കിലും അത്യാവശ്യമായിട്ട് വല്ല ഓഫീസ് വർക്കുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള അത്യന്താപേക്ഷിതമായ ഒഴിച്ചുകൂടാൻ കഴിയാത്ത വളരെ പ്രധാനപ്പെട്ട അത്യന്താപേക്ഷിതമായ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നാളത്തെ ദിവസം രാവിലെ 6:18 മുതൽ 9:18 വരെയുള്ള സമയത്ത് ചെയ്യുക. പിന്നീട് 10:48 മുതൽ ഉച്ചകഴിഞ്ഞ് 3:18 വരെയുള്ള സമയത്തും ചെയ്യുക. അത്രമേൽ ഒഴിച്ചുകൂടാൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നാളത്തെ ദിവസം ഈ സമയത്ത് തന്നെ ചെയ്യണം. നാളത്തെ ദിവസം പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസമാണ്, ശുഭദിനമാണെങ്കിൽ പോലും അമാവാസി തിഥിയാണ്, ചന്ദ്രന് ബലമില്ലാത്ത ദിവസമാണ്. അതുകൊണ്ടാണ് ജ്യോതിഷം ഇങ്ങനെ എടുത്തു പറയുന്നത്. ഇനി സംഖ്യാശാസ്ത്രം ചിന്തിക്കാം. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണ്. അപ്പോൾ 2 എന്നുള്ള സംഖ്യയാണ് തീയതിയായിട്ട് വരുന്നത്. ഏതൊരു മാസത്തെയും 2, 11, 20, 29 എന്നീ തീയതിയിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഈ സംഖ്യ 29 എന്ന് പറയുന്ന സംഖ്യ അല്ലെങ്കിൽ 20 എന്ന് പറയുന്ന സംഖ്യ ഒറ്റ സംഖ്യ ആക്കുമ്പോൾ 2 വരും. അപ്രകാരം 2 വരുന്നവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങളുണ്ടോ തീർച്ചയായിട്ടും അവർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരും. കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുവാൻ പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതിയെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. നാളത്തെ ദിവസം അവർക്ക് സംഖ്യാജ്യോതിഷപ്രകാരം നേട്ടങ്ങൾ വരുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുക. നിറങ്ങളെ ആശ്രയിക്കുക. പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളത്തെ ദിവസം അങ്ങനെ ചെയ്യണം. കൂടുതൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി പറയുവാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യ വീഡിയോ കൂടി പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. നാളെ തിങ്കളാഴ്ച അമാവാസ്യ തിഥിയാണ്. അമാവാസ്യ തിഥി തിങ്കളാഴ്ച പുലർച്ചെ 5:22 ആരംഭിക്കും. തിരുവനന്തപുരം സംബന്ധിച്ച് കണക്കൂട്ടിയാൽ പുലർച്ചെ 5:22 ആരംഭിക്കും. അപ്പോൾ അമാവാസ്യ തിഥി തുടങ്ങുന്ന സമയമാണ് ഞാൻ പറഞ്ഞത്, തിങ്കളാഴ്ച രാവിലെ 5:22 എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ സമയത്ത് പൂജ ആരംഭിക്കുന്നതാണ് അമാവാസ്യയോടനുബന്ധിച്ച്. ഈ ചിങ്ങമാസത്തിലെ അമാവാസ്യയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിങ്ങമാസത്തിലെ അമാവാസ്യയ്ക്ക് സൂര്യൻ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നു, ചന്ദ്രൻ ബലമില്ലാതെ ചിങ്ങൻ രാശിയിലേക്ക് കടന്നു വരുന്നു. ഇവർ രണ്ടും ഒരുമിച്ച് നിൽക്കുന്നു. അത് മുഖേന അല്ലെങ്കിൽ ഈ ഒരു ഗ്രഹസ്ഥിതി മൂലം ഒട്ടുമിക്ക ആൾക്കാരുടെയും ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വരാം. നിൽക്കുന്ന നീപ്പിൽ താഴെ വീണ് ആശുപത്രിയിൽ പോകാം. അതുപോലെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഈ കാര്യം മഹാദേവൻ എൻ്റെ മനസ്സിൽ തന്നു. ഞാനത് പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന, എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ ആ പൂജ ചെയ്യാനുള്ള പൈസ അവർ എത്തിച്ചു തന്നു. നാളെ നല്ല രീതിയിൽ ആ പൂജ ചെയ്യും. തീർച്ചയായിട്ടും പൈസ സഹായിച്ചവർക്കും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർക്കും എല്ലാവരുടെയും മേലും അനുഗ്രഹം ഉണ്ടാകണം. ഈ വീഡിയോ കാണുന്ന ആരും ഒരിക്കലും അവരുടെ ജീവിതത്തിൽ പുറകോട്ട് പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ മഹാദേവൻ എൻ്റെ മനസ്സിൽ നിർദ്ദേശം തരുമ്പോൾ ഞാൻ ചെയ്യുന്നത്. മഹാദേവൻ അറിയാം അത് നടക്കുമെന്നറിയാം. കാരണം ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നോട് ആത്മാർത്ഥത കാണിക്കണമെന്നൊന്നുമില്ല. അവരെത്രയോ വീഡിയോ കാണുന്നു, അതുപോലെ ഒരു വീഡിയോയും ഇതും കാണുന്നു. പക്ഷേങ്കിൽ എന്നെ ആത്മാർത്ഥത്തോട് കാണുന്ന, എന്നെ കാണാത്ത, ഞാൻ കാണാത്തവർ ഉണ്ട്. അത് മഹാദേവൻ ഒരുക്കി വച്ചിരിക്കുന്നതാണ്. അവർ അവരുടെ കരം നീട്ടിയാൽ ആ പൂജ നടക്കുമെന്ന് മഹാദേവൻ അറിയാം. അപ്പോൾ അത് മഹാദേവനിൽ അവർ പ്രവർത്തിച്ചു, അവർ തന്നു. നാളത്തെ പൂജ വളരെ ഭംഗിയോടുകൂടി മഹാദേവനെ പ്രീതിപ്പെടുത്തുക, നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുക, ശനിയെ പ്രീതിപ്പെടുത്തുക. അപ്പോൾ ചന്ദ്രന് ബലം ഉണ്ടാകുന്ന വിധത്തിൽ ഈ നാളുകാർക്ക് 27 നാളുകാർക്കും അവർക്ക് നാളത്തെ ദിവസം നല്ല ശാരീരികവും മാനസികവുമായ എനർജി ഉണ്ടാകുന്ന വിധത്തിലുള്ളൊരു പൂജയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായ ഫലങ്ങൾ ഉണ്ടാകും. നമ്മളിപ്പോൾ ഓക്സിജൻ എടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വലിച്ചു കിടക്കുന്ന ഒരാൾക്ക് സ്വയമേ അവർക്ക് നമ്മളെ പ്രകൃതി നമുക്ക് സൗജന്യമായി നൽകുന്ന ഈ വായു ശ്വസിക്കാൻ നിർവാഹമില്ലാതെ വരുമ്പോൾ എന്തു ചെയ്യും? അവർക്ക് ഓക്സിജൻ അങ്ങോട്ട് സപ്ലൈ ചെയ്യും, അല്ലേ? ഓക്സിജൻ അങ്ങോട്ട് സപ്ലൈ എന്ന് പറഞ്ഞതുപോലെയാണ് നാളത്തെ ദിവസം ചന്ദ്രന് ബലമില്ല, ശനി ചന്ദ്രനെ വീക്ഷിക്കുന്നു. പണ്ട് നമുക്ക് കൊറോണ ഉണ്ടായത് എങ്ങനെയാണ്? ശനി കർക്കിടകൻ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്തപ്പോഴാണ് കൊറോണ ഉണ്ടായത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം വയനാട് ദുരന്തം ഉണ്ടായത് എങ്ങനെയാണ്? ബലഹീനനായ ചന്ദ്രൻ ശനിയോട് ചേർന്നപ്പോഴാണ്. അപ്പോൾ ഇത് ശനിയോട് ചേർന്നപ്പോഴല്ല, ചൊവ്വയോട് ചേർന്നപ്പോഴാണ്. ചൊവ്വയുമായി ചന്ദ്രൻ കൂടിച്ചേർന്നപ്പോഴാണ്. ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നുണ്ട്. വീഡിയോയിൽ കൂടി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അത് വീഡിയോ ചാനലിൽ മറന്നുപോയാൽ തന്നെ ഗ്രൂപ്പിൽ അത് പറഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ നവഗ്രഹ പൂജ ചെയ്യണം. നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുക, ശനിയെ പ്രീതിപ്പെടുത്തുക. ശനിയുടെ ദോഷം അനുഭവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ടെന്നറിയോ? എത്രയോ കുടുംബങ്ങളിലാണ് ശനിയുടെ ദോഷം അനുഭവിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു കഥ പറയാൻ തന്നെ ഉണ്ട്. ഞാൻ അത്തരം ഒരു കഥ ഞാനൊന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു വീഡിയോ ആ ശനിയുടെ ദോഷം കൊണ്ടുള്ള ഒരു കുടുംബം അനുഭവിക്കുന്ന സ്ഥിതി, അതിനെക്കുറിച്ചൊരു കഥ പോലെ ഞാനൊന്ന് അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ഞാൻ അടുത്ത ദിവസം തന്നെ അത് ചെയ്യുന്നതാണ്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ നവഗ്രഹങ്ങൾ മൂലം അവരുടെ ജീവിതത്തിനുണ്ടാകുന്ന ദുഃഖവും ദുരിതവും പരാജയവും പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വളരെ വളരെ വലുതാണ്. അപ്പോൾ അത് അനുഭവിക്കുന്നവർ പറയുന്നത് കേൾക്കുമ്പോൾ ഈ ഗ്രഹങ്ങളുടെ സ്ഥിതിയെക്കുറിച്ച് അറിയാവുന്നവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഞാൻ അതുപോലെ അനുഭവസ്ഥനാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിലെ സാഹചര്യം, അവരുടെ കുടുംബത്തിലെ സാഹചര്യം. അപ്പോൾ അത് അവർക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല, പിന്നെ ജീവിച്ചു പോകുന്നു. പലരും പറയുന്നു ഇതിന് ആത്മഹത്യ ഒരു പരിഹാരമല്ല എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ അവർ പിടിച്ചു നിൽക്കുന്നു. അതുപോലെ വളരെ പ്രതിസന്ധിയിൽ കൂടി ഒരുപാട് പേര് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നൊരു പൂജയാണ് നാളെ അമാവാസിയോടനുബന്ധിച്ച് ചെയ്യുന്ന പൂജ. അത് എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ മഹാദേവൻ അനുഗ്രഹിക്കണം. നവഗ്രഹങ്ങൾ അവർക്ക് അനുകൂലമായി നിൽക്കണം. ശനീശ്വരൻ അവർക്ക് അനുകൂലമായി നിൽക്കണം. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഗ്രഹമായ വ്യാഴവും ശനിയും അനുകൂലമാണെങ്കിൽ
ജീവിതം ഏറെക്കുറെ നല്ല രീതിയിൽ അങ്ങ് പോകും. ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ വലിയ കാര്യമായ സ്വാധീനമൊന്നും ചെലുത്തുന്ന ഗ്രഹങ്ങളല്ല. ഇപ്പം ദശാകാലമാണെങ്കിലും 16 വർഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വ്യാഴം വാരിക്കുറി കൊടുത്താൽ ആ ജീവിതം ഭദ്രമായി. അതുപോലെ തന്നെ ശനി 19 വർഷം വാരിക്കുറി കൊടുത്താൽ ആ വ്യക്തിയുടെ ജീവിതം നല്ല നിലയിൽ എത്തിച്ചേരും. അപ്പോൾ ഇങ്ങനെ ഈ 2 ഗ്രഹങ്ങൾ നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ജാതകനെ സംബന്ധിച്ചോളം സാമാന്യ രീതിയിൽ ബുദ്ധിമുട്ടില്ലാതെ, പ്രയാസമില്ലാതെ, പ്രതിസന്ധികളില്ലാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേങ്കിൽ ശനി അനിഷ്ടസ്ഥാനസ്ഥിതനാണെങ്കിലോ, വ്യാഴം അനിഷ്ടസ്ഥാനസ്ഥിതനാണെങ്കിലോ ധനപരമായും ശത്രുത കൊണ്ടും രോഗം കൊണ്ടും പലവിധമായ കഷ്ടങ്ങൾ കൊണ്ടും ഒക്കെ അവരുടെ ജീവിതം താറുമാറാകും. അങ്ങനെയാണ് ഒരു കാലത്ത് കത്തി നിൽക്കുന്നവർ പിന്നീട് ഒരു സമയത്ത് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് കൂപ്പുകുത്തി വീഴുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകണം. എല്ലാവരും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകണം, അവരുടെയൊക്കെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകണം, ഐശ്വര്യം ഉണ്ടാകണം. അതിനുവേണ്ടി ചെയ്യുന്നൊരു പൂജയാണ്. അപ്പോൾ ആ പൂജയ്ക്ക് വേണ്ടി പൈസ തന്ന, വെറും 100 രൂപ വീതം തന്ന് സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും അവർ 100 രൂപ തന്നെങ്കിൽ മഹാദേവൻ അത് 10 മടങ്ങായിട്ട് തിരിച്ച് അവർക്ക് കൊടുക്കും. തീർച്ചയായിട്ടും മഹാദേവൻ അവരെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും എന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം ചിന്തിക്കുന്നത് നാളത്തെ ദിവസം, അതായത് നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച ദിവസത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ്. പ്രത്യേകിച്ച് ചിങ്ങമാസത്തിലെ ഹോര നിയമപ്രകാരം സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ബലം കുറഞ്ഞു. 15 ദിവസമാണ് സൂര്യന് ബലമുള്ളത്. നാളത്തെ തീയതി 16ആണ്. സൂര്യന് ബലമില്ല. ചന്ദ്രനാണ് അവിടെ ബലമായി വരേണ്ട ഗ്രഹം. പക്ഷേ ചന്ദ്രൻ അമാവാസിയിൽ നിൽക്കുന്നതുകൊണ്ട് ചന്ദ്രന് നാളത്തെ ദിവസം ബലമില്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ നാളത്തെ ദിവസം ചന്ദ്രൻ തരുന്ന ഫലങ്ങൾ ആർക്കും നല്ല ഫലങ്ങൾ കൊടുക്കില്ല, അല്ലെങ്കിൽ വന്നു ചേരത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കാരണം ബലവാനായ ചന്ദ്രനാണെങ്കിൽ നല്ല ഫലങ്ങളെ തന്നേനെ. പക്ഷെങ്കിൽ ഒരു ബലമില്ലാത്ത മനുഷ്യന് മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രൻ ബലമില്ലാത്തൊരു സാഹചര്യത്തിലായതുകൊണ്ട് നാളത്തെ ദിവസം ഈ നാളുകാരുടെ 27 നാളുകാരുടെയും മാനസികവും ശാരീരികവുമായ സ്ഥിതി അത്ര മെച്ചമല്ല. പിന്നെ മറ്റ് ഗ്രഹങ്ങൾ കൊടുക്കുന്ന ഒരു ബലവും ധൈര്യവും കൊണ്ട് നാളത്തെ ദിവസം ആൾക്കാർ 27 നക്ഷത്ര ജാതകരും കടന്നു പോകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ നമുക്ക് മേടക്കൂറുകാരെക്കുറിച്ച് ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നാളുകാരെ സംബന്ധിച്ച് അവരുടെ 5ാം ഭാവത്തിലാണ് ഈ ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ 5ാം ഭാവത്തിൽ ബലമുള്ള ഒരു ചന്ദ്രൻ നിന്നാൽ അനേക വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ അവർക്ക് വന്നു ചേരേണ്ടതാണ്. കാര്യവിജയം ഉണ്ടാകേണ്ടതാണ്. മറ്റുള്ളവരുടെ നല്ല രീതിയിൽ പെരുമാറേണ്ട ഒരു ദിവസമാണ്. മനസ്സാക്ഷി തോന്നുന്നൊരു ദിവസമായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ഈ ബലമുള്ള ചന്ദ്രൻ 5ാം ഭാവത്തിൽ നിന്നാൽ ഈ ജാതകർക്ക് കിട്ടും. പക്ഷേ നാളത്തെ ദിവസം ബലമില്ലാത്തൊരു ചന്ദ്രൻ നിൽക്കുന്നു. ആ ചന്ദ്രന് മേൽ ശത്രുവായിട്ടുള്ള ശനിയുടെ ദൃഷ്ടി വരുന്നു. അപ്പോൾ പ്രതിസന്ധികൾ തന്നെയായിരിക്കും നാളത്തെ ദിവസം മേടക്കൂറുകാർക്ക് വന്നു ചേരുക. ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ആ ജാതകനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഈ ഭൂമിയിലെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലും, കുടുംബമാകട്ടെ, ധനമാകട്ടെ, ദാമ്പത്യമാകട്ടെ, മക്കളുടെ കാര്യമാകട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പ്രതിസന്ധികൾ വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. പക്ഷെങ്കിൽ ഈ ജാതകന് തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം നാളത്തെ ദിവസം നിലനിൽക്കുന്നു എന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്നത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ 4ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 4ാം ഭാവത്തിൽ പൂർണ്ണ ചന്ദ്രൻ നിന്നാൽ ആ ജാതകന് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ, മാതൃ സ്വത്ത് ലഭിക്കാനുള്ള ഭാഗ്യം, അമ്മാവന്മാരെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ, ഇതൊക്കെ 4ാം ഭാവം കൊണ്ട് ലഭിക്കുന്ന ഒരു കാര്യമാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷെങ്കിൽ ഈ 4ാം ഭാവത്തിൽ ചന്ദ്രൻ പൂർണ്ണ ബലവാനായിട്ട് നിന്നാൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നതോടൊപ്പം ഒരു കോട്ടവും അവിടെ പറയുന്നുണ്ട്. സ്ത്രീ വിഷയം മൂലം ഈ ജാതകന് ധനനാശവും മാനഹാനിയും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് പൂർണ്ണ ബലവാനായൊരു ചന്ദ്രൻ 4ാം ഭാവത്തിൽ നിന്നാൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ കൊടുക്കുന്നതോടൊപ്പം ഒരു തിക്താനുഭവം കൊടുക്കും. പക്ഷേ നാളത്തെ ദിവസം ഈ ജാതകരെ സംബന്ധിച്ച് 4ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ വീട് കൊടുക്കുകയോ വാഹനം കൊടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. പക്ഷേങ്കിൽ അവർക്കൊരു രക്ഷയുണ്ട്. സ്ത്രീ മുഖേനയുള്ള പ്രതിസന്ധികൾ അവരെ അകപ്പെടാതെ പോകുന്നൊരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം. അപ്പോൾ അങ്ങനെ വ്യത്യസ്തവും വിഭിന്നവുമായ രീതിയിലുള്ള ഫലമാണ് നാളത്തെ ദിവസം ആൾക്കാർക്ക് ലഭിക്കുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ജന്മഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. വ്യാഴം കൊടുക്കുന്ന ഒരു ഊർജ്ജം, അത് അവർക്കൊരു പോസിറ്റീവ് എനർജി, നാളത്തെ ദിവസം പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ളൊരു പോസിറ്റീവ് എനർജിയായിട്ട് വന്നു ചേരും. അതുപോലെ തന്നെ
വ്യാഴത്തിൻ്റെ കേന്ദ്രത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്, ചന്ദ്രൻ്റെ കേന്ദ്രത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അതുകൊണ്ട് ചന്ദ്രൻ ബലം കൊടുത്തില്ലെങ്കിൽ പോലും വ്യാഴം ഇവർക്കൊരു പോസിറ്റീവ് എനർജിയെ കൊടുക്കും, ഇടവക്കൂറുകാർക്ക് കൊടുക്കും. പിന്നെ അവർക്ക് തൊഴിൽ ഗുണവും അനുകൂലമായി നിൽക്കുന്നൊരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിതാവ് മുഖേനയുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും ഇടവക്കൂറുകാർ അറിഞ്ഞിരിക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർദം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം അവർക്ക് 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. കീർത്തി വന്നു ചേരേണ്ട ഒരു ഭാവമാണ്, അതുപോലെ തന്നെ സഹോദര ഗുണം വന്നു ചേരേണ്ട ഒരു ഭാവമാണ്. പക്ഷേങ്കിൽ അവിടെ ശത്രുത വന്നു ചേരുന്നു. ജ്യോതിഷത്തിൽ ശത്രുത വന്നു ചേർന്നാൽ ഒരു കാര്യവും നടക്കത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. ശത്രുത ഇല്ലാതിരിക്കണം. ഒരു ഗ്രഹം ശത്രുതയില്ലാതെ ഒരു ഇഷ്ടഭാവത്തിൽ നിന്നാൽ ആ ജാതകന് പൂർണ്ണമായിട്ടും നല്ല അനുഭവങ്ങൾ വന്നു ചേരും. മനുഷ്യനാണെങ്കിൽ ശത്രുത വന്നു ചേർന്നാൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടോ? അയൽവക്കംകാരൻ ശത്രുവാണെങ്കിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമോ? അല്ലേ? നമ്മൾ തൊഴിലെടുത്ത് പോയാൽ സഹപ്രവർത്തകൻ ശത്രുവാണെങ്കിൽ അവിടെ സ്വസ്ഥതയുണ്ടാകുമോ എന്ന് പറഞ്ഞതുപോലെ തന്നെ നാളത്തെ ദിവസം ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ പിതാവിന് ശത്രുത വന്നു ചേരാം. പിതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരേണ്ട ദിവസമാണെങ്കിൽ പോലും അതിനെ തടസ്സപ്പെടുത്തും. അവിടെ ശത്രുത വന്നു ചേർന്നു പിതാവിനെ അതിന് കൊടുക്കാനുള്ള ആ ശേഷി നഷ്ടപ്പെടുത്തിക്കളയും. അതുപോലെ തന്നെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ സഹായിക്കാനുള്ളൊരു മനസ്സുമായി വന്നാൽ അവരെ അത് ഇല്ലാതാക്കുന്ന ഒരു ശത്രുത വന്നു ചേരും. അങ്ങനെ ശത്രുത നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയൊക്കെ ആയിരിക്കും നാളത്തെ ദിവസവും മിഥുനക്കൂറുകാർ കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അവർക്ക് കീർത്തി വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. പിതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ വന്നു ചേരേണ്ട ദിവസമാണ്. തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള നേട്ടങ്ങൾ വന്നു ചേരേണ്ട ദിവസമാണ്. ഭരണതലത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ വന്നു ചേരേണ്ട ദിവസമാണ്. പക്ഷെങ്കിൽ അതെല്ലാം തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് മിഥുനക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ 2-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. പൂർണ്ണ ബലവാനായ ചന്ദ്രൻ 2-ാം ഭാവത്തിൽ നിന്നാൽ പണം അവരെ തേടി വരും, കുടുംബസുഖം അവരെ തേടി വരും എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷേ നാളത്തെ ദിവസം ബലമില്ലാത്തൊരു ചന്ദ്രൻ ശത്രുതയിൽ നിൽക്കുമ്പോൾ ഈ നാളുകാരുടെ കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഒക്കെ മോശമാകുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. മാത്രമല്ല ഈ ചന്ദ്രൻ മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ സ്വാധീനിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് ഈ ബലക്കുറവ് മൂലം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, തൊഴിലിന് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്, മാനസികവും ശാരീരികവുമായി ഏതെങ്കിലും വിധത്തിലുള്ള ടെൻഷൻ അടിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യന് മേലും ശത്രുത വന്നു ചേരുന്നത് കൊണ്ട് ബുദ്ധിപരമായ പരാജയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിതാവ് മുഖേനയുള്ള ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് അത്ര നല്ലതല്ല നാളത്തെ അനുഭവങ്ങൾ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ജനിച്ച സമയത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ജനിച്ച സമയത്ത് സൂര്യനും ചന്ദ്രനും ഒക്കെ ബലവാനായിട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ടായിരിക്കും അതും എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ ചിങ്ങൻ രാശിയുടെ അധിപനായ സൂര്യനും 12-ാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രനും ചേർന്ന് നിൽക്കുന്നു. ഈ നാളുകാരെ സംബന്ധിച്ച് 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അവരെ ദൃഷ്ടി ചെയ്യുന്നൊരു സമയമാണ്. ശനിയുടെ ദൃഷ്ടി എല്ലാ കാര്യങ്ങളിലും തടസ്സമുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ശനി ഈ 2 ഗ്രഹങ്ങളെയും ശത്രുവായി കാണുന്നു. സൂര്യനെയും ശത്രുവായി കാണുന്നു, ചന്ദ്രനെയും ശത്രുവായി കാണുന്നു. അപ്പോൾ ഈ ശനിയുടെ മുമ്പിൽ ഈ 2 ഗ്രഹങ്ങൾ വന്ന് നിൽക്കുമ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് പലവിധമായ പ്രതിസന്ധികൾ ഉണ്ടാകും. ഇപ്പോൾ ചിങ്ങക്കൂറിൽപ്പെട്ട ഒരു മകം നക്ഷത്ര ജാതകൻ അല്ലെങ്കിൽ പൂര നക്ഷത്ര ജാതകൻ ഒരു പൂര നക്ഷത്ര ജാതകയെ അങ്ങ് വിവാഹം ചെയ്യുക, അല്ലെങ്കിൽ ഉത്തര നക്ഷത്ര ജാതകയെ വിവാഹം ചെയ്തില്ല, അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതേസമയത്ത് ഈ ചിങ്ങക്കൂറിൻ്റെ അഷ്ടമരാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകരെയൊക്കെയാണ് വിവാഹം ചെയ്യുന്നതെങ്കിൽ അവർക്കൊക്കെ പല പ്രതിസന്ധികളുണ്ടാകും. ചിങ്ങക്കൂറിൻ്റെ അഷ്ടമരാശി എന്ന് പറഞ്ഞാൽ ഏതാണ്? മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരൊക്കെയാണ് ഭാര്യ ഭർത്താവെങ്കിൽ അവർക്കും 12-ലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ദോഷം വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ തന്നെ തുലാക്കൂറുകാരുമായിട്ട് അവർക്ക് ബന്ധമുണ്ടെങ്കിൽ, ദാമ്പത്യ ജീവിത ബന്ധമുണ്ടെങ്കിൽ, അതായത് ഭാര്യ ഭർത്താവോ തുലാക്കൂറുകാരാണെങ്കിൽ അവർക്കും പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം പ്രതിസന്ധികൾ തന്നെ നിറഞ്ഞൊരു ദിവസമാണ്. പക്ഷേങ്കിൽ അവരുടെ കേന്ദ്രഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ഏതൊരു കാര്യത്തിലും തൻ്റെ ഇടമായിട്ട് ഇറങ്ങിത്തിരിക്കുവാനുള്ള ഒരു ഊർജ്ജം കിട്ടുന്നൊരു സമയമാണ്. അവരുടെ കേന്ദ്രഭാവത്തിലാണ് ഈ വ്യാഴം നിൽക്കുന്നത്. അതുകൊണ്ടൊരു നേട്ടം അവർക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാൻ ലഭിക്കും എന്നുള്ള
എന്നുള്ളതാണ് ചിങ്ങക്കൂറുകാരുടെ പ്രത്യേകത. പക്ഷെങ്കിൽ അവർക്ക് ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം വന്ന് രോഗ ദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് 11-ാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ 12-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 12-ാം ഭാവത്തിൻ്റെ അധിപനും അവിടെ തന്നെ നിൽക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ 12-ാം ഭാവത്തിൽ 2 ഗ്രഹങ്ങൾ നിൽക്കുന്നത് നാളത്തെ ദിവസം ഒട്ടും അനുയോജ്യമായ ഒരു കാര്യമല്ല. പക്ഷെങ്കിൽ ഈ നഷ്ടഭാവത്തെ 12-ാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി വന്നു ചേരുന്നത് കൊണ്ട് 12-ാം ഭാവം കൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങളെ ശനി അവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്ന ഒരു അനുഭവമാണ് നാളത്തെ ദിവസം ഈ നാളുകാർക്ക് വന്നു ചേരുക. പക്ഷെങ്കിൽ അവിടെ മറ്റു ചില കാര്യങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം വരാം, അലസത തോന്നാം, കാര്യപ്രാപ്തിക്കുറവ് തോന്നാം, ശത്രുത തോന്നാം. അതുപോലെ തന്നെ സ്ത്രീ മുഖേനയുള്ള പ്രതിസന്ധികൾ വരെ ഉണ്ടാകാം, പിതാവ് മുഖേനയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാം. അങ്ങനെയുള്ള പല വിധത്തിലുള്ള പ്രതിസന്ധികളോ അലസതകളോ കാര്യപ്രാപ്തിക്കുറവുകളോ തിക്താനുഭവങ്ങളോ ഒക്കെ നാളത്തെ ദിവസം ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നഷ്ടസാധ്യതകളെ മാത്രമേ ഈ ശനി തടസ്സം ചെയ്ത് നിർത്തുകയുള്ളൂ. 12-ാം ഭാവത്തിനെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ശനി ബ്ലോക്ക് ചെയ്യത്തുള്ളൂ. പക്ഷേ ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം 12-ാം ഭാവത്തിൽ വരുന്നത് കൊണ്ടുള്ള, ചന്ദ്രൻ ബലഹീനനായിട്ട് 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ അത് വന്നു ചേരുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ 12-ാം ഭാവം നഷ്ടഭാവമാണ്. നഷ്ടമൊന്നും വരാതെ ഈ ശനി നോക്കിക്കൊള്ളും. എന്നാൽ ചന്ദ്രൻ ബലമില്ല, സൂര്യനും ബലമില്ലാതെ 12-ൽ നിൽക്കുന്നു. അപ്പോൾ അത് മുഖേനയുള്ള പ്രതിസന്ധികൾ ഈ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം ഉണ്ടാകുമെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി ഈ തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ 10-ാം ഭാവത്തിൻ്റെ അധിപൻ 11-ാം ഭാവത്തിലാണ് വന്നു നിൽക്കുന്നത്. തൊഴിൽ ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം ചന്ദ്രൻ 11-ാം ഭാവത്തിൻ്റെ അധിപനോട് ചേർന്ന് നിൽക്കുന്നു. നല്ലൊരു അനുഭവമുള്ളൊരു ദിവസമാണ്, നേട്ടമാണ്. പക്ഷെങ്കിൽ ഈ 10-ാം ഭാവത്തിൻ്റെ അധിപന് ബലമില്ല. എന്തു ചെയ്യും? 11-ാം ഭാവത്തിൻ്റെ അധിപനും കാര്യമായിട്ട് ബലമില്ല. പിന്നെ ആർക്കാണ് ബലമുള്ളത്? ഇവരുടെ കാര്യഭാവത്തിൽ നിൽക്കുന്ന 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയാണ് ബലവാനായിട്ട് ഈ ശത്രുഗ്രഹങ്ങളെ വീക്ഷിക്കുന്നത്. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം പ്രതികൂലമായൊരു ദിവസമാണെന്നുള്ളത് ഒറ്റ വാക്കിൽ തന്നെ പറയാം. ഒരു കാര്യത്തിലും നീക്കിപ്പോക്കുണ്ടാകത്തില്ല, ഒരു കാര്യത്തിലും വിജയം ഉണ്ടാകുവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ ബലമില്ലാതെ നിന്നാൽ തൊഴിൽ മേഖല, പ്രവർത്തന മേഖലയിൽ എങ്ങനെ സജീവമായി പങ്കെടുക്കാൻ പറ്റും? അപ്പോൾ അവിടെ പ്രതിസന്ധികൾ ഉണ്ടാകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ലാഭം വല്ലതും വന്നു ചേരേണ്ട കാര്യങ്ങളാണെങ്കിൽ അതും ബ്ലോക്കായി പോകും. അതുപോലെ തന്നെ മക്കളെ കൊണ്ട് ദുഃഖ ദുരിത പ്രയാസങ്ങൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ ഒരു കാര്യത്തിലും ഒരു നേട്ടമില്ലാത്തൊരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നു. പിന്നെ ഇവർക്ക് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കും? ആരും ഇവരെ സഹായിക്കാനില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ നാളുകാർ കടന്നു പോകുക. ശനി എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ബ്ലോക്ക് ഉണ്ടാക്കി കൊടുക്കുന്നൊരു സമയമാണ്. ചന്ദ്രന് ബലമില്ലാത്തൊരു സാഹചര്യത്തിൽ ശനി കൂടുതൽ ബലം ചന്ദ്രന് മേൽ കൊടുക്കുമ്പോൾ ഇവരുടെ മാനസികവും ശാരീരികവുമായ സ്ഥിതിയും വളരെ ബുദ്ധിമുട്ടിലാണ്. ഈ നാളുകാരെ സംബന്ധിച്ച് അവരുടെ പിതാവിന് പ്രതിസന്ധി ഉണ്ടാകാം. തുലാക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ പിതാവിന് പ്രതിസന്ധി ഉണ്ടാകാം, മാതാവിന് പ്രതിസന്ധി ഉണ്ടാകാം, അവർ തൊഴിലിടങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകാം, ധനപരമായ വിഷയത്തിൽ പ്രതിസന്ധി ഉണ്ടാകാം, ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകാം. അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഇവരെ തേടി വരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, അനിഴം, കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ തൊഴിൽ ഭാവത്തിലാണ് ഈ ഭാഗ്യാധിപനും അല്ലെങ്കിൽ തൊഴിൽ ഭാവത്തിൻ്റെ അധിപനുമായ സൂര്യനുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. ഭാഗ്യക്കേട്, യാതൊരു കാരണവശാലും ഭാഗ്യക്കേട് അല്ലാതെ മറ്റൊന്നും ഉണ്ടാകത്തില്ല, ഭാഗ്യമൊന്നും വന്നു ചേരത്തില്ല. കാരണം ശനിയുടെ ദൃഷ്ടി 4-ാം ഭാവത്തിൽ നിൽക്കുന്ന വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ചില പറമ്പ് വിൽക്കാൻ, വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഒരു കാര്യവും നടക്കത്തില്ല. അതെല്ലാം ബ്ലോക്കായി പോവും. ധനം വന്നു ചേരത്തില്ല. വസ്തു വിറ്റാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വിറ്റ് ആ പണം കയ്യിൽ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നവർക്ക് അത് ശനി ബ്ലോക്ക് ചെയ്യിക്കുക. മാത്രമല്ല ഇപ്പോഴത്തെ അവരുടെ ഗ്രഹസ്ഥിതി ഒന്ന് നോക്കിയാൽ 4-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. 4-ാം ഭാവത്തിൽ ശനി നിന്നാൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നഷ്ടമാണ് ഉണ്ടാകുക. അവിടെ ഒരു കാര്യത്തിലും ഒരു മേൽഗതി ഉണ്ടാകില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നു. ദേഷ്യം വരാം, ആപത്തനർത്ഥങ്ങൾ വരാം, ശരീരത്തിൽ മുറിവ് ചതവുകൾ വരാം. രക്തം കണ്ടേ ചൊവ്വ അടങ്ങുകയുള്ളൂ. അപ്പോൾ ശരീരത്തിൽ മുറിവ് ചതവുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതിയാണ് ഇപ്പം വൃശ്ചികക്കൂറുകാർക്കുള്ളത്. എന്നാൽ ഇവർക്ക് 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ആ വ്യാഴം ഇവർക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ബലം കൊടുക്കാത്തതിൻ്റെ കാരണം
ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ശത്രുവായിട്ട് കാണുന്ന ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ്. ആ ശുക്രൻ എന്ന് പറയുന്നത് ഇവരുടെ 12ാം ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ്. അപ്പോൾ ഈ 12ാം ഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. കേന്ദ്രഭാവത്തിലാണെങ്കിൽ പോലും ആ വ്യാഴം ഇവർക്ക് വലിയൊരു പ്രചോദനം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി, നേട്ടത്തിനുള്ള ഒരു ഊർജ്ജം ഇവർക്ക് കൊടുക്കത്തില്ല. അവിടെയാണ് ഒരു പ്രശ്നം. അവിടെ 4ാം ഭാവത്തിൽ ശനി ബലവാനായിട്ട് നിൽക്കുന്നു. ശനിയുടെ സ്വക്ഷേത്രത്തിലാണ് ശനി ബലവാനായിട്ട് നിൽക്കുന്നത്. ശനിക്ക് അവിടെ ശത്രുതയൊന്നുമില്ല, വേറെ ആരുടെയും ക്ഷേത്രത്തിലൊന്നുമല്ല ശനി പോയി നിൽക്കുന്നത്. ശനിയുടെ സ്വന്തം വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ വ്യാഴം ശത്രുവായിട്ട് കാണുന്ന ഒരാളുടെ വീട്ടിലാണ് കയറി ആധിപത്യം സ്ഥാപിച്ച് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ബലം ആർക്കാണ്? 4ൽ നിൽക്കുന്ന ശനിക്കാണ്. അപ്പോൾ ഈ ശനി ശരിക്കും വൃശ്ചികക്കുറുകാരെ ശരിക്കും ഇട്ട് കഷ്ടപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഈ ശനിയാണ് ഇവരുടെ തൊഴിൽ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്ത് അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ്. ഇപ്പം നാളത്തെ ദിവസം വൃശ്ചികക്കുറുകാരെ സംബന്ധിച്ചും പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും അവരെ തേടി വരിക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഭാഗ്യക്കേടുകൾ ഉണ്ടാകുന്ന ഒരു ദിവസമായി നാളത്തെ ദിവസം മാറും. ഭാഗ്യാനുഭവങ്ങളൊന്നും വന്നു ചേരത്തില്ല. ദുഃഖം, പിതൃദുഃഖം, അല്ല പിതാവിനെ കൊണ്ടും മാതാവിനെ കൊണ്ടും ഒക്കെ രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ അവർക്ക് വന്നു ചേരാം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം, തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ മറ്റ് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും കുടുംബസുഖവും ധനപരമായ നേട്ടവും നാളത്തെ ദിവസം ശനി ഇവർക്ക് കൊടുത്ത് ഇവരെ നിലനിർത്തുന്ന ഒരു ദിവസമായിരിക്കും. അപ്പോൾ പ്രതിസന്ധികളൊക്കെ വന്നാൽ പോലും വലിയ കാര്യമായിട്ടൊന്നും ഇവർക്ക് തട്ടുകേട് വരത്തില്ല. കാരണം 3ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി, 3ാം ഭാവത്തിലെ ശനിയുടെ സ്ഥിതി ധനുക്കൂറുകാരെ സംബന്ധിച്ചൊരു നേട്ടമുള്ള ഒരു ഗ്രഹഭാവമാണ്, അല്ലെ ഗ്രഹസ്ഥിതിയാണ്. കാരണം 3ാം ഭാവത്തിൽ ഒരു പാപഗ്രഹം ബലവാനായിട്ട് നിൽക്കുന്നത് ഒരു ശുഭഗ്രഹം നല്ല ഫലം കൊടുക്കുന്നത് പോലെ തന്നെ ഈ ജാതകർക്ക് കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ആ ഒരു നേട്ടമുള്ളത് കൊണ്ട് ധനുക്കൂറുകാരെ സംബന്ധിച്ച് വലിയ പരാജയങ്ങളോ തട്ടുകേടുകളോ ഒന്നും വന്നു ചേരത്തില്ല. എങ്കിലും മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടാകാം. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആപത്തനർത്ഥകളോ ഒക്കെ ഉണ്ടാകാമെങ്കിലും കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും അവർക്ക് ബലമായിട്ട് നിൽക്കുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ അഷ്ടമത്തിലാണ് ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ നിൽക്കുന്നത്. അഷ്ടമത്തിൽ ഏത് ഗ്രഹം നിന്നാലും കഷ്ടത്തെ കൊടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഇവിടെ 2ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി അഷ്ടമത്തിലേക്ക് വരുന്നത് കൊണ്ട് അഷ്ടമത്തിൽ കൂടി ഉണ്ടാകുന്ന ദോഷങ്ങൾ ശനി തടസ്സപ്പെടുത്തി നിൽക്കും എന്നാണ് മനസ്സിലാക്കേണ്ട കാര്യം. കാരണം ശനി എല്ലാത്തിനെയും തടസ്സം ചെയ്യുന്നൊരു ഗ്രഹമാണ്. അപ്പോൾ ഇവരുടെ ദൃഷ്ടി, ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും അഷ്ടമത്തിൽ നിന്നുള്ള ദൃഷ്ടി മുഖേന ഈ നാളുകാല ജീവിതത്തിൽ വന്നു ചേരേണ്ട ആപത്തുകൾ, അനർത്ഥങ്ങൾ, പ്രതിസന്ധികളെല്ലാം നാളത്തെ ദിവസം ശനിയുടെ ദൃഷ്ടി മൂലം അത് ഇല്ലാതാകും. അപ്പോൾ നാളത്തെ ദിവസം മകരക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായ ഫലങ്ങൾ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പക്ഷെങ്കിൽ അവർക്ക് ചിലരെ സംബന്ധിച്ച് ശാരീരികവും മാനസികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകാം, ടെൻഷൻ ഉണ്ടാകാം, തൊഴിൽ സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ പ്രതികൂലങ്ങളുണ്ടാകും. പക്ഷേ അതും വലിയൊരു വിഷയമായി തീരാതെ ശനി അതിനെയെല്ലാം ബ്ലോക്ക് ചെയ്ത് നിർത്തി കൊടുക്കും. അപ്പോൾ അവർക്ക് ധനസ്ഥിതിയും കുടുംബത്തിൻ്റെ സ്ഥിതിയും മെച്ചമാക്കി കൊടുക്കും എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാണ് നാളത്തെ ദിവസം അവരെ കൂടുതൽ വിഷമിപ്പിക്കുന്നത്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാണ് അവർക്കുണ്ടാകാൻ സാധ്യത എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. രോഗദുഃഖ ദുരിത പ്രയാസങ്ങളെല്ലാം ശനി ഇല്ലാതാക്കും. കാരണം ചന്ദ്രൻ 6ാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ 7ാം ഭാവത്തിൽ വന്ന് നിന്നാൽ അവർക്ക് നല്ല അനുഭവങ്ങളൊക്കെയാണ് വന്നു ചേരേണ്ടത്. എങ്കിൽ പോലും 7ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷേ ആ സൂര്യനെ ശനി ദൃഷ്ടി ചെയ്ത് തടസ്സപ്പെടുത്തുന്നത് കൊണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ നാളത്തെ ദിവസം കാര്യമായൊന്നും ഈ നാളുകാരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നു ചേരത്തില്ല. അവർക്ക് ഏറെക്കുറെ നല്ല അനുഭവങ്ങളിൽ കൂടി നാളത്തെ ദിവസം കടന്നു പോകാൻ പറ്റും എന്നുള്ളതാണ്. ശനി അവർക്ക് സംരക്ഷകനായി അവരോട് കൂടെ നിൽക്കുന്നൊരു ദിവസമാണ്. ഈ 2 ഗ്രഹങ്ങൾ അനിഷ്ടസ്ഥാന സ്ഥിതിയിൽ നിൽക്കുമ്പോൾ ശനി അവർക്ക് ജന്മശനിയാണെങ്കിലും അവരെ കാത്തു പരിപാലിക്കുന്ന ഒരു ശനിയായിട്ട് നാളത്തെ ദിവസം അവരോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. കാരണം ചന്ദ്രന് ബലമില്ലല്ലോ, ചന്ദ്രന് നാളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ബലമുള്ളവരാണ് നാളത്തെ ദിവസം കാര്യങ്ങൾ ചെയ്യുക. ചന്ദ്രനും സൂര്യനും പറയുന്ന പോലെ ബലമില്ല നാളത്തെ ദിവസം. അപ്പോൾ ശനി സ്വക്ഷേത്രത്തിലായതുകൊണ്ട് ബലവാനാണ്. ആ ശനി ഈ നാളുകാരെ സംരക്ഷിക്കുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാല, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് അവർക്ക് നാളത്തെ ദിവസം അവരുടെ 6ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. പിതാവ് മുഖേനയുള്ള ഒരുപാട് നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടതാണ്. തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള നേട്ടങ്ങൾ വന്നു ചേരേണ്ടതാണ്. ഭരണാധികാരികൾ മുഖേനയുള്ള നേട്ടങ്ങൾ വന്നു ചേരേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങൾ അവർക്ക് വന്നു ചേരാൻ
ശനി ഇല്ലാതാക്കും. 12ാം ഭാവത്തിലാണ് അവരുടെ ശനി നിൽക്കുന്നത്. ആ ശനി അതിനെയെല്ലാം തടസ്സപ്പെടുത്തി ഇല്ലാതാക്കി കൈ കൊടുക്കും. അപ്പോൾ നഷ്ടഭാവത്തിൽ നിൽക്കുന്ന ശനി അതിനെയെല്ലാം നഷ്ടപ്പെടുത്തി കൊടുക്കുന്നൊരു ദിവസമാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി ചന്ദ്രൻ, അവരുടെ 5ാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ 6ാം ഭാവത്തിൽ വന്ന് നിന്നാൽ, 6ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗം, ശത്രുത, കടം. ഈ ഭാവത്തിൽ വന്ന് നിന്നാൽ ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെയാണ് ഈ ജാതകർക്ക് ലഭിക്കേണ്ടത്. പക്ഷേ അത് ശനി തടസ്സപ്പെടുത്തി കളയും. അതുകൊണ്ട് അവർക്കത് നേട്ടമാണ്. അപ്പോൾ കുറേ ദോഷങ്ങളില്ലാതാകും, കുറേ നേട്ടങ്ങളും ഇല്ലാതാകും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അനുഭവമായിരിക്കും നാളത്തെ ദിവസം മീനക്കൂറുകാരെ സംബന്ധിച്ചുള്ളത് അറിഞ്ഞുകൊള്ളുക. പുത്രദുഃഖം വന്നു ചേരേണ്ടതാണ്. 5ാം ഭാവത്തിൻ്റെ അധിപൻ, പുത്രഭാവത്തിൻ്റെ അധിപൻ. അപ്പോൾ ആ അധിപൻ 6ാം ഭാവത്തിൽ നിന്നാൽ ആൺമക്കൾക്ക് അല്ലെങ്കിൽ ഭാവത്തിൽ പുത്രന്മാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തനത്തങ്ങളോ രോഗങ്ങളോ ഒക്കെ വന്നു ചേരേണ്ടതാണ്. പക്ഷേ അത് ശനിയുടെ ദൃഷ്ടി മൂലം തടസ്സപ്പെടുത്തി കളയുക. അത് നേട്ടമല്ലേ? അപ്പോൾ അത് നല്ല അനുഭവമാണ്. എന്നാൽ ഗ്രഹനിലയിൽ ഈ ഗ്രഹങ്ങളൊക്കെ അനിഷ്ടസ്ഥാന സ്ഥിതിയാണെങ്കിൽ ചിലപ്പോൾ നാളത്തെ ദിവസം അവർക്കൊക്കെ പുത്രദുഃഖമൊക്കെ അനുഭവത്തിൽ വന്നു ചേരാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ഈ ജ്യോതിഷം എന്ന് പറയുന്നത്, ഫലം പറയുന്നത് 3 കണ്ടീഷനാണ് ഉപയോഗിക്കുന്നത്. 1 ചാരവശാലുള്ള സ്ഥിതി, 2 ഗ്രഹനിലയിൽ ഗ്രഹങ്ങളുടെ ബലം അനുസരിച്ചുള്ള സ്ഥിതി, പിന്നെ അതിനെ വീണ്ടും വീണ്ടും പല ഭാഗങ്ങളാക്കിയൊക്കെ മാറ്റിയും തിരിച്ചുമൊക്കെയാണ് ഫലം പറയുന്നത്. ഏത് ഗ്രഹത്തിനാണ് കൂടുതൽ ബലം, അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നോക്കിയാണ് ഈ പറയുന്നത്. ശത്രുഗ്രഹത്തിനാണോ ബലം, അതുപോലെ മിത്രത്തിനാണോ ബലം, അങ്ങനെയുള്ള എല്ലാം നോക്കിയാണ് ജ്യോതിഷത്തിൽ ഫലം പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഏതായാലും ശനി ഈ നാളുകാർക്ക് വന്നു ചേരേണ്ട നേട്ടങ്ങളെയും ദോഷങ്ങളെയും ഇല്ലാതാക്കുന്ന ഒരു അനുഭവത്തിൽ കൂടിയാണ് മീനക്കുറുകാരെ കടത്തിവിടുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറയുവാനുള്ളത്. ഇനി നാളത്തെ നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി ഒന്ന് ചിന്തിക്കാം. ചന്ദ്രൻ്റെ ബലമില്ലാത്തൊരു ദിവസമാണ്, അമാവാസ്യ തിഥിയാണ്. നാളത്തെ ദിവസം മഴ പെയ്യുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പ്രകൃതി അത്ര അനുകൂലമായ ഒരു ദിവസമായിരിക്കുകയില്ല, കാലാവസ്ഥയൊന്നും അത്ര അനുകൂലമായിരിക്കുകയില്ല. മനുഷ്യരുടെ ശാരീരികവും മാനസികവുമായ സ്ഥിതി അത്ര മെച്ചമല്ല. ആപത്തനർത്ഥങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്രകാരമുള്ള വാർത്തകളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം നമുക്കുണ്ടാകുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കുക. എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.